ആദ്യം ശ്രീ മാധവദാസ്, ഇതിപ്പോൾ UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി പാലക്കാട് ജില്ലയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ, കഴിഞ്ഞ 2021 തൃത്താല നഷ്ടപ്പെടുകയും ചെയ്തു. ഈ തവണ UDFനെ സംബന്ധിച്ച് എന്ത് സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്? ഈ തിരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോടും അതിലേറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിട്ട് കാണുന്നത്. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും തൃത്താല നിയോജക മണ്ഡലത്തിൽ 5 ഗ്രാമപഞ്ചായത്തുകൾ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലേറിയ ഒരു സാഹചര്യം ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് 5 ഗ്രാമപഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം ഉണ്ടാകുന്നത്. തൃത്താല മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അതുപോലെ തന്നെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ 10-30 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിച്ചിരുന്നത്, 5 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ 10 വർഷമായി CPM ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. ആ ബ്ലോക്ക് പഞ്ചായത്ത് ഒപ്പത്തിനൊപ്പം ഉള്ള നറുക്കെടുപ്പിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സെഗ്മെന്റിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിലായി 4 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാണ് ഈ തൃത്താല നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. 4 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുള്ളതിൽ 3 പേരും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായിട്ടുള്ള, അല്ലെങ്കിൽ അവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരാണെന്ന് പറയുമ്പോൾ സമഗ്രമായിട്ടുള്ള രീതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ജനവിധി ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണിത്. ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എന്ന് പറയുന്ന നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാവ് 10,000-ലേറെ വോട്ടിന്റെ ലീഡാണ് ഈ തൃത്താല നിയോജക മണ്ഡലത്തിൽ അങ്ങയുടെ ആത്മവിശ്വാസം. ടി പി ഷഫീഖ്, ഇത് സിറ്റിംഗ് MLA മാത്രമല്ല, മന്ത്രിമണ്ഡലം എന്ന നിലയ്ക്ക് MP രാജേഷ് എന്ന വളരെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും ചുറുചുറുക്കുള്ള മന്ത്രിയുടെ മണ്ഡലം എന്ന നിലയ്ക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് തൃത്താലയ്ക്ക്. അപ്പോൾ ഇത്തവണ എന്തുകൊണ്ട് വീണ്ടും MP രാജേഷിനെ തെരഞ്ഞെടുക്കണം എന്നതിന് എന്താണ് ഉത്തരം പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. അങ്ങനെ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങളെ പ്രാപ്തമാക്കിയത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി ഈ തൃത്താലയിൽ സഖാവ് MP രാജേഷ് ഈ തൃത്താലയുടെ ജനപ്രതിനിധിയായി വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തൃത്താലക്കുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റമുണ്ട്. 1153.5 കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ 5 വർഷം ഈ തൃത്താലക്കകത്ത് നടന്നിട്ടുള്ളത്. 273 റോഡുകളാണ് ഈ തൃത്താലയിൽ സഖാവ് MP രാജേഷ് വന്നതിൻ്റെ ഭാഗമായി കൊണ്ട് പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ളത്. 33 സ്കൂൾ കെട്ടിടങ്ങളാണ് ഈ തൃത്താലയിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് വന്നിട്ടുള്ളത്. തൃത്താലയുടെ 4 പതിറ്റാണ്ടുകാലത്തെ സ്വപ്നമായിരുന്ന ITI യാഥാർത്ഥ്യമായത് സഖാവ് MP രാജേഷ് ഈ തൃത്താലയുടെ ജനപ്രതിനിധിയായി വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. തൃത്താലക്കാർ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത നഴ്സിംഗ് കോളേജ് യാഥാർത്ഥ്യമായത് സഖാവ് MP രാജേഷ് ഈ തൃത്താലയുടെ ജനപ്രതിനിധിയായി വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. കാങ്കപ്പുഴ യാഥാർത്ഥ്യമായത് സഖാവ് MP രാജേഷ് വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. കൂട്ടക്കടവ് യാഥാർത്ഥ്യമാകുന്നത് സഖാവ് MP രാജേഷ് വന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. സുശീലപ്പടി യാഥാർത്ഥ്യമാകുന്നത് സഖാവ് MP രാജേഷിന്റെ വികസന വോട്ട് ചെയ്യണം. ഓക്കെ, BJPയെ സംബന്ധിച്ച് വരുൺ പ്രസാദ്, BJPയെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ സാധ്യതയുള്ള ഒരു മണ്ഡലമുണ്ട്. വേണമെങ്കിൽ മലമ്പുഴ കൂടി ആ കൂട്ടത്തിൽപ്പെടുത്താം. തൃത്താലയിൽ നിങ്ങളുടെ സാധ്യതകൾ എത്രമാത്രം, എന്ത് പറഞ്ഞാണ് വോട്ട് തേടുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇത്രയും കാലം ഈ കേരളത്തിൽ ഇടതുമുന്നണി വലതുമുന്നണി എന്ന് പറയുന്ന 2 ദ്വന്ദ്ങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തവണ ഒരു 3ാം ബദലിന് കേരളം തയ്യാറെടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു രാഷ്ട്രീയ ബദലായിട്ട് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാനും അവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയങ്ങളെ എത്തിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ ബദൽ എന്ന് പറയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തൃത്താലയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയം വികസനം എന്നൊക്കെ പറയുന്ന ഇത് തൃത്താലയിൽ കാണുന്നത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ വികസനം മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്.
കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പദ്ധതികൾക്ക് പിറകിലും നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടപ്പിലാക്കുന്ന വികസന സ്പർശനങ്ങൾ ഇവിടെയും ഈ തൃത്താലയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ പുതിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത്.